നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ സൂചകമായ ശരീരഭാഗം ഏതാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും ആരോഗ്യ രംഗത്ത് പ്രാവീണ്യരായ മനുഷ്യർക്ക് നിങ്ങളുടെ ഈ ഒരു ശരീരഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ, നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. സ്പോർട്സിൽ സുവർണപാദങ്ങൾ എന്നൊരു പ്രത്യേക പാരിതോഷികമുണ്ടല്ലോ. അതായത് ഏറ്റവും നല്ല കാൽപന്ത് കളിക്കാരന് കൊടുക്കപ്പെടുന്ന അവാർഡാണത്, സുവർണപാദങ്ങൾ. ഈ പുരാതന ഈജിപ്തിൽ രാജാക്കന്മാരുടെയും മറ്റും പ്രതിമകൾക്ക് ഉണ്ടാക്കുമ്പോൾ അവരുടെ പാദങ്ങളാണ് ഏറ്റവും വലുതായിട്ട് ചിത്രീകരിക്കുക. ഫേം ഫൗണ്ടേഷൻ, ഫേം ഡിനാസ്റ്റി എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഫറവോമാർ അവരുടെ ലെഫ്റ്റ് പാദം മുന്നിലേക്ക് വെച്ചുകൊണ്ടുള്ള മാർച്ചിങ് ഫോർവേഡ് രീതിയിലാണ് സ്റ്റാച്യൂസ്. അതായത് ഹൃദയം കൊണ്ട് ഇവർ ഭരിക്കുകയാണ് എന്നർത്ഥം. ഡാനിയലിൻ്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവിനെ ചിത്രീകരിക്കുക, അയാൾക്ക് ഇരുമ്പിൻ്റെ കാലുണ്ട്, പക്ഷേ ചെളിയുടെ പാദങ്ങളാണ്. അതിൻ്റെ അർത്ഥം അയാൾക്ക് എത്ര കഴിവും എത്ര ബലവും ഉണ്ടെങ്കിലും അയാളുടെ സാമ്രാജ്യം തകർന്നടിഞ്ഞു പോകും. കാരണം പാദങ്ങൾ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇനി വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ആരും പറയാത്തൊരു കാര്യമാണ് പാദങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സെക്കൻഡ് ഹാർട്ട് എന്നൊക്കെ പാദങ്ങളെക്കുറിച്ച് ആളുകൾ പറയാറുണ്ട്. നല്ല ബോധമുള്ളൊരു ഡോക്ടർക്ക് നിങ്ങളുടെ പാദം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽത്തി ആണോ സിക്ലി ആണോ എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുവാൻ സാധിക്കും. എന്തുകൊണ്ട് പാദങ്ങളും കാലുകളൊക്കെ ഇത്ര പ്രധാനപ്പെട്ടതായി മാറും? ഓർത്തു നോക്കുക, നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തം ബാലൻസിങ് നിങ്ങളുടെ കാലുകളിലും പാദങ്ങളിലുമാണ്. 23 അസ്ഥികളും 33 ജോയിൻസും 100-ലേറെ നാഡികളും എല്ലാം ചേർന്ന ഒന്ന്. ഇവിടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ 50% വെയിറ്റും ഏറ്റെടുക്കുന്നത് എല്ലുകളാണ്. ഈ എല്ലുകളിൽ 50% കാലുകളിലാണ്. ഓർത്തേക്കുക, ഒരു 50% രക്തപ്രവാഹങ്ങളും രക്തവ്യൂഹങ്ങളും ഒക്കെ കാലുകളിലാണ്. നിങ്ങളുടെ എനർജിയുടെ 70% ഉപയോഗിക്കപ്പെടുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് വയസ്സാകുന്നത് കാലുകളിലൂടെയാണ്. നിങ്ങളുടെ കാല് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് പ്രായം കൂടിയോ ഇല്ലയോ എന്ന്. അപ്പോൾ കാലുകൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ കാല് നിങ്ങൾ 2 ആഴ്ച കാലത്തേക്ക് അനക്കാതിരിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് 10 വർഷത്തെ ആരോഗ്യം നഷ്ടപ്പെടുമെന്നാണ് പഠനങ്ങൾ പറയുക. അതായത് നിങ്ങൾ അനങ്ങാതെ, ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് കുറച്ച് പ്രായം വന്നു ഇനി ബെഡ് റെസ്റ്റാണ്. ബെഡ് റെസ്റ്റ് പോലെ നിങ്ങളെ മരണത്തിലേക്ക് തള്ളിയിടുന്ന മറ്റൊരു റെസ്റ്റ് ഇല്ല. നിങ്ങൾ കിടപ്പ് രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗമില്ല. പക്ഷേ കിടപ്പ് രോഗി ആകുന്നതിന് മുമ്പ് നിങ്ങൾ കിടക്കയിൽ ശരണം പ്രാപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മസിൽസൊക്കെ വീക്കായി, നിങ്ങളുടെ സന്ധികളൊക്കെ അയഞ്ഞ്, നിങ്ങളുടെ മൊത്തം ബലമൊക്കെ ക്ഷയിച്ച് നിങ്ങൾ വെറുതെ ഇങ്ങനെ മരണം കാത്തു കിടക്കുന്ന വെറൊരു മാംസപിണ്ഡമായിട്ട് മാറും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ പാദങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിക്കണം. പാദാരവിന്ദങ്ങൾ എന്നൊരു പ്രയോഗമുണ്ടല്ലോ ഇന്ത്യൻ പുരാണങ്ങളിലൊക്കെ. അതായത് ലോട്ടസ് ഫ്ലവർ പോലെയാണ് പാദം. ഈ ലോട്ടസ് ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണ്? താമരയുടെ പ്രത്യേകത എന്താണ്? താമര അഴുക്കിക്കിടക്കുകയാണ്, പക്ഷേ അഴുക്ക് വെള്ളം അതിന് തൊടില്ല. ഇതുപോലെ അഴുക്കില്ലാതെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് നിങ്ങളുടെ പാദങ്ങൾ. അതൊന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ പാദങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് പ്രശ്നമുള്ള ഒരവസ്ഥയിലാണോ ഇല്ലയോ എന്ന്. ഒന്ന്, നിങ്ങളുടെ പാദങ്ങളിൽ ഭയങ്കര തരിതരിപ്പും മരവിപ്പും ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഹൈ ഡയബറ്റിക് ആണെന്നല്ലേ. നിങ്ങളുടെ പാദങ്ങളിൽ വല്ലാത്ത വിങ്ങലാണ്, നീര് വന്ന് വീർത്തിരിക്കുകയാണ്. നിങ്ങളുടെ ലിവറിനോ കിഡ്നിക്കോ പ്രശ്നമുണ്ടെന്നല്ലേ അത് കാണിക്കുന്നത്. നിങ്ങളുടെ പാദങ്ങളിപ്പോൾ നിറം മങ്ങി വല്ലാത്തൊരവസ്ഥയിലാണ്. കരിവാളിപ്പ് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങോട്ടേക്ക്
രക്തസംക്രമണം കാര്യമായിട്ടില്ല. നിങ്ങളുടെ ബ്രെയിനിൽ നിന്നും പ്രായം ഏറി തുടങ്ങുമ്പോൾ സിഗ്നലുകൾ കാലുകളിലേക്ക് എത്താൻ വളരെ വൈകും. പിന്നെ കാലുകളിലേക്ക് സിഗ്നൽ വരാത്ത അവസ്ഥ വരുന്നത് നിങ്ങൾ രോഗാതുരമായി ഒരു ഹയർ പോയിന്റിലേക്ക് എത്തി എന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാല് വല്ലാതെ വരണ്ട് ഉണങ്ങി കളറൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ രക്തപ്പുഴ ആ ഭാഗത്തേക്ക് എത്തുന്നില്ല, മരുഭൂമികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യുക ഒരു അനിവാര്യതയായിട്ട് മാറുന്നുണ്ട്. അത് എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ യൗവനകാലത്ത് നിങ്ങളുടെ തുടകൾ കൊണ്ട് ഒരു കാറ് വരെ ഉയർത്താൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അത്രയും ശക്തി തുടകൾക്കുണ്ട്. പല ബൈബിളിലടക്കം തുടകളുടെ ശക്തികളെക്കുറിച്ച് പറയാറുണ്ട്. പല സന്ധികളൊക്കെ നടത്തുന്നത്, രണ്ടുപേർ തമ്മിലുള്ള ട്രീറ്റീസൊക്കെ നടത്തുന്നത് തുടയിലടിച്ചായിരുന്നു പണ്ടൊക്കെ. അത് അത്രയും പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ട് കണ്ടതുകൊണ്ടാണ്. ഇനി നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത് അല്പം വാർദ്ധക്യമൊന്നും രോഗമൊക്കെ വന്നു, ആർദ്രതയുണ്ട്, ആകുലതയുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ പാദങ്ങൾ വെറുതെ വിശ്രമിക്കാൻ നിങ്ങൾ ഇടവരുത്തരുത്. പാദങ്ങൾ ചലിപ്പിക്കണം. അധികം നടക്കാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പാദങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ, വെറുതെ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിലൂടെ ഉയർത്തി താഴ്ത്തി അങ്ങനെ ഒരു 100-200 പ്രാവശ്യം ഒരു ദിവസം ചെയ്യാവുന്നതാണ്. അത് നടപ്പിനേക്കാൾ നല്ലൊരു എക്സർസൈസാണ്. പ്രത്യേകം നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ വെറുതെ നീണ്ട് കിടന്നുകൊണ്ട് കാലുകൾ ഈ പാദങ്ങൾ ഉയർത്തി താഴ്ത്തി അങ്ങനെ ചെയ്തു നോക്കുക. നല്ലൊരു എക്സർസൈസാണ്. അങ്ങനെ രക്തയോട്ടം കൊണ്ടുവരുന്ന വിധത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാദങ്ങൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തുക. നിങ്ങളുടെ പാദം നിങ്ങളുടെ കൈകൊണ്ട് പതുക്കെ തിരിച്ച് ഇടതുവശത്തേക്കും പിന്നെ വലതുവശത്തേക്കും തിരിച്ച് അങ്ങനെ 10-20 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് വളരെ നല്ല എക്സർസൈസാണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസയും കൊടുക്കണ്ട, ഒരുപാട് സമയത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട. പിന്നെ നിങ്ങളുടെ വിരലുകൾ പതുക്കെ നിലത്ത് ഊന്നിക്കൊണ്ട് വെറുതെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ രക്തയോട്ടം ഉണ്ടാവുകയാണ്, ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് വേറെ നെഗറ്റീവ് സൈഡ് ഇഫക്റ്റുകൾ ഒന്നുമില്ലല്ലോ. ഇങ്ങനെ ചെയ്യാം. ഇനി ചൈനക്കാരും അതുപോലെ തന്നെ പുരാതന സംസ്കാരത്തിൻ്റെ ഈറ്റിലങ്ങളായ രാജ്യക്കാരെല്ലാവരും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കിടക്കുന്നതിന് മുമ്പായിട്ട് അല്പം ചൂടുവെള്ളത്തിൽ നാരങ്ങാനീരും ഉപ്പും ഇഞ്ചിയും മറ്റും ഇട്ടിട്ട് ആ ചെറു ചൂടുവെള്ളത്തിലേക്ക് കാലിറക്കി വെക്കുക. ചിലർ ബേക്കിംഗ് സോഡയും അതിൻ്റെ അകത്ത് അല്പം ഇടാറുണ്ട്, നല്ലതാണ്. ഇത്രയും നേരം ആ ചൂടുവെള്ളത്തിലിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാതാകും. നിങ്ങളുടെ പാദങ്ങളിൽ ഒരു 6000-ത്തിലധികം പോറുകളുണ്ട്. പോഴ്സ് എന്ന് പറയുന്നത് ടച്ച് റിസപ്റ്റേഴ്സ് പോലെ നിങ്ങളുടെ ശരീരത്തെ മൊത്തത്തിൽ അഴുക്ക് കളയുവാൻ വേണ്ടി ഈ ചെറുദ്വാരങ്ങളിലൂടെയൊക്കെ ഈ പറഞ്ഞ ചൂടുവെള്ളവും ലെമണും ജിഞ്ചറും വേണമെങ്കിൽ വെളുത്തുള്ളിയും ചേർക്കാം. ഇതെല്ലാം കൂടി ചേർന്ന ആ ഒരു വെള്ളം അതൊരു ഔഷധമായിട്ട് മാറുകയാണ്. ആ ഔഷധം നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതെല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, ഇടയ്ക്കെങ്കിലും അത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പ്രായമായ ഒരാളുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കിടപ്പ് രോഗിയായിട്ടുള്ള ഒരാളുടെ അടുക്കൽ സംസാരിക്കാനിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാളുടെ പാദങ്ങളൊക്കെ ഒന്ന് മസാജ് ചെയ്യുക. ആ മസാജിന് വളരെ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ലോങ്ങവിറ്റി കൂടും, അവരുടെ ഓർമ്മശക്തി കൂടും, അവരുടെ ഉള്ളിലുള്ള ഡിപ്രസീവ് മൂഡ് മാറും, വിഷാദരോഗത്തിന് ഒരു മാറ്റം വരും, അവരുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു പുതിയ അവസ്ഥ വന്നു ചേരും. ഇങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചെറിയ കാര്യമാണ്. പണ്ടൊക്കെ ശിഷ്യന്മാർ ചെന്ന് ഗുരുവിൻ്റെ പാദം തൊട്ട് വന്ദിക്കും. അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഈ പാദം തൊട്ട് വന്ദിക്കുമ്പോൾ
ഗുരുവിൻ്റെ ചൈതന്യം ഇയാളിലേക്ക് ആവാഹിക്കപ്പെടുന്നുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. അതായത് ഇയാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തിൻ്റെ വ്യൂഹത്തിലേക്ക് ഈ ശിഷ്യൻ കൂടി ചേരുകയാണ്. അത് ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെ ഒരു പ്രതീകം മാത്രമല്ല, മറിച്ച് ചൈതന്യം ഏറ്റെടുക്കലിൻ്റെ പ്രതീകം കൂടിയാണ്. നമ്മുടെ പാദങ്ങൾ കുറച്ചുകൂടി സുന്ദര പാദങ്ങളാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, നിൻ്റെ കാൽ വഴുതാൻ ഞാൻ അനുവദിക്കുകയില്ല, നിൻ്റെ കാലിൽ കല്ല് തട്ടാതിരിക്കുവാൻ ഞാൻ മാലാഖമാരെ വഴികളിൽ നിയോഗിക്കും. വചനം പ്രഘോഷിക്കുന്ന ആളുടെ പാദങ്ങൾ അഴകുള്ള പാദങ്ങളാക്കി ഞാൻ മാറ്റും. നിൻ്റെ പാദങ്ങളിൽ ഞാൻ ദീപം ഒരുക്കി വെക്കും. ഇതുപോലെ തന്നെ ഗ്രീക്ക് ചിന്തയിൽ പാദങ്ങൾക്ക് ചിറകുവിളക്കുന്ന അവസ്ഥയുണ്ട്. അതായത് ഒരാൾക്ക് കരുത്തും ചൈതന്യവും എല്ലാം തേജസ്സും ഓജസ്സും നിറഞ്ഞ് കവിഞ്ഞു വരുന്ന അവസ്ഥയിൽ പാദങ്ങൾക്ക് ചിറകുണ്ടാവും. ഈ പാദങ്ങളുടെ ചിറകിലാണല്ലോ ഒരാൾ ഉയരുക. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. നല്ല യാത്ര നേരുന്നു.